ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും, നീ സകലത്തിലും മതിയായവനായി മാറണമെങ്കിൽ നിന്നെ ശക്തീകരിക്കുന്നൊരു മുഖാന്തരം ഉണ്ടാകണം. നിന്നെ ശക്തീകരിക്കുന്നൊരു മുഖാന്തരം ഉണ്ടാകണം. ദാവീദ് പറയുക, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. എന്നെ ശക്തനാക്കുന്നവൻ എന്ന് പറഞ്ഞാൽ എന്റെ മാനുഷിക ശക്തി കൊണ്ട് ഈ പ്രതികൂലത്തെ ജയിക്കാൻ എന്നെ കൊണ്ട് ചെയ്യത്തില്ല, കഴിയില്ല. ഈ പ്രതിയോഗിയെ ജയിക്കണമെങ്കിൽ എന്റെ ശക്തി കൊണ്ട് കഴിയത്തില്ല. എന്നിൽ മറ്റൊരു ശക്തി വ്യാപരിക്കണം. ചില വിഷയങ്ങളെ നാം അതിജീവിക്കണമെങ്കിൽ നമ്മുടെ മാനുഷിക ശക്തി കൊണ്ട് കഴിയത്തില്ല. നമ്മിൽ മറ്റൊരു ശക്തി വ്യാപരിക്കണം. അതേത് ശക്തിയാണ്? ഉയരത്തിലെ ശക്തി. അതോ ഉയരത്തിലെ ശക്തി, ഉയരത്തിലെ ശക്തി നമ്മുടെ മേൽ വന്നാൽ നമ്മെ കൊണ്ട് കഴിയത്തില്ലെന്ന് വിചാരിച്ച ചില വിഷയങ്ങൾ കടത്ത് നാം നിഷ്പ്രയാസങ്ങൾ അറിയലും. നമുക്ക് ജയിക്കാൻ പ്രയാസമെന്ന് തോന്നുന്ന ചില വിഷയങ്ങളെ നിഷ്പ്രയാസം കഴിക്കും. ദാവീദിന്റെ നേരെ ദാവീദ് ആടിനെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ സിംഹം വന്നു, കരടി വന്നു, അല്ലേ? മാനുഷിക ശക്തി കൊണ്ട് ഒരു സിംഹത്തെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. മാനുഷിക ശക്തി കൊണ്ട് ഒരു കരടിയെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. പക്ഷെ വചനത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. അപ്പോ ഒരാട്ടിൻകുട്ടിയെ പോലെ അതിനെ വലിച്ചു കീറി. ഇന്ന് മഴക്കാലം പരിശുദ്ധ പൗലോസ് പറയാ, നിനക്കെതിരെ ശത്രുമണ്ഡലങ്ങൾ ഏത് വേഷത്തിൽ വന്നാൽ അതിനെ അതിജീവിക്കാൻ ഒരുപക്ഷെ നിന്റെ മാനുഷിക ശക്തിക്ക് കഴിയത്തില്ല. പക്ഷെ അതിനെ വലിച്ചു കീറാൻ, ഒരാട്ടിൻകുട്ടിയെ പോലെ വലിച്ചു കീറാൻ ഒരാത്മാവിന്റെ ശക്തി നിന്റെ മേൽ പകരാൻ ദൈവത്തിന് കഴിയുമെന്ന് ഇവരുടെ പരിശുദ്ധന്മാർ ഈ വചനത്തിലൂടെ വ്യക്തമാക്കുകയാണ്. ചില വിഷയങ്ങളെ വലിച്ചു കീറിക്കളയാൻ, ചില പ്രതിസന്ധികളെ വലിച്ചു കീറിക്കളയാൻ, ചില പ്രതിയോഗികളെ വലിച്ചു കീറിക്കളയാൻ, ചില ശത്രുവിന്റെ വേഷങ്ങളെ വലിച്ചു കീറിക്കളയാൻ നിന്റെ മേൽ ഒരു അഭിഷേകത്തിന്റെ ശക്തി, ഒരാത്മാവിന്റെ ശക്തി നിന്റെ മേൽ പകരാൻ കഴിയുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് ഇവിടെ ഉണ്ട്. അവൻ സകലത്തിലും മുഖാന്തരമായ ദൈവമാണ്. അവൻ സകലത്തിലും മുഖാന്തരമായ ദൈവമാണ്. ഹല്ലേലൂയ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിലാണ്. ഹല്ലേലൂയ. നമുക്കൊന്നും കഴിയത്തില്ലെന്ന് തോന്നും, പക്ഷേ നിന്നെ പ്രാപ്തനാക്കുന്ന, പ്രാപ്തയാക്കുന്ന ഒരു മുഖാന്തരം